കൊണ്ടുപോടാ കൊണ്ട് കൊണ്ടുപോടാ ക്ലാസ് കൂടെ പട്ടി കൊണ്ടുപോടാ ഇനി തരാൻ പറ്റില്ല. ഇനി കുടിക്കണോ? പോയി ക്യാഷ് കൊണ്ടുപോടോ. 10-20 എള്ളിപ്പറക്കി കൊണ്ടുവരും മനുഷ്യൻ മെനക്കെടുത്താൻ. ഇറങ്ങി പോണോ? ചേട്ടാ കാശ് കൊടുത്ത് വാങ്ങി പിടിക്കാം. ഇന്നലെ വരെ എന്നെ കണ്ട മൂത്രമൊഴിക്കും നീയൊക്കെ ഇന്നലെ തലയിൽ കിടന്നടാ പറ്റി. ചക്രാത്തിന് ചാറയോ? അവന്റെ ശല്യം സഹിക്കാൻ വയ്യായിരിക്കും സാർ. വന്നിരുന്ന് കുടിക്കും, കാശ് ചോദിച്ച ബഹളം ഉണ്ടാക്കും, പിന്നെ തല്ലുണ്ടാക്കും. പതിവ് ആർക്കെല്ലാം പരാതിയാ. ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം സാർ. പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണോ? അങ്കിൾ വന്നത് മോന്റെ ഡാഡിയെ കൊണ്ടുപോകാനല്ല. കൊണ്ടുപോകൂല. ഇല്ല മോനെ, അങ്കിളല്ലേ അന്ന് മോന്റെ ഡാഡിയെ വിട്ടത്. പിന്നെ ഇപ്പൊ കൊണ്ടുപോവോ? അതെ, മോന് വിശക്കുന്നുണ്ടോ? ഡാഡിയോ? അങ്കിളിനും വല്ലാതെ വിശക്കുന്നുണ്ട്. മോൻ പോയി മോന്റെ ഡാഡിക്കും അങ്കിളിനും മോനും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമോ? നല്ല കുട്ടി. ചെല്ലേ. പേടിക്കണ്ട മോനെ, ഡാഡി അങ്കിൾ കൊണ്ടുപോകൂല. ചെല്ലേ. വേണ്ട, നിന്ന നിലവറയ്ക്കില്ലല്ലോ, അവിടെ ഇരുന്നാ മതി. ജയ, എന്താടാ ഇത്? നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്ന നിന്നെ ആരാധിച്ചിരുന്ന എത്രയോ പേരിൽ ഒരുവനാണ് ഞാൻ. നിനക്ക് എങ്ങനെയൊക്കെ ഉയരാമായിരുന്നു. ജീവിതത്തിൽ എപ്പോഴോ കയറി വന്ന ഒരുത്തി എന്തിനോ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുപോട്ടെ, നിന്റെ ജീവനും രക്തവുമായ നിന്റെ മകനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കുരുന്ന മനസ്സിൽ നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ വാർന്ന മനസ്സിൽ അവനെ കുറിച്ചുണ്ടോ? സാർ, ഞാൻ അവന് വേണ്ടിയാ ജീവിക്കുന്നത്. പോടാ, എല്ലാം വിറ്റുപെറുക്കി കുടിച്ചു നശിപ്പിക്കുന്ന നീയാണോ ഇത് പറയുന്നത്? നിന്റെ മകന് വേണ്ടി നീ ഇതുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവനൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ നീ കൊടുത്തിട്ടുണ്ടോ? അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ഇന്നും നിന്റെ പ്രവൃത്തികൾ കണ്ടു വളരുന്ന ആ കുട്ടിയുടെ ഭാവി നാളെ എന്താകുമെന്ന് നീ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ.
നാളെ പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് നിന്റെ ഓമന മകൻ ഈ റോഡ് നീളെ തെണ്ടേണ്ടി വരില്ലേ? സാർ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? ആദ്യം നിന്റെ ഈ വൃത്തിയട്ട സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ മകന് വേണ്ടി ജീവിക്കാൻ നോക്ക്. അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കും. നിനക്ക് ഞാനുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. മോനും ഡാഡിക്കും കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചോ? ആ, അങ്കിള് പിന്നെ വന്ന് കഴിച്ചോളാം. മോനിപ്പോ പോയിക്കോ. അങ്കിള് പോട്ടെ. ഡാഡി, ഡാഡി, കഴിച്ചു ഡാഡി. മോനെ, ഡാഡി ഇനി കുടിക്കത്തില്ല. ഡാഡി കുടിക്കത്തില്ല. ഇന്നത്തെ മത്സരം ഇറാൻ ചാമ്പ്യൻ സക്സേനയും സൗത്ത് ആഫ്രിക്കൻ ചാമ്പ്യൻ ജോൺ കില്ലറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുവിൻ. Yes, I am ready to fight with you. Okay!
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാധാരണയായി സ്ഥിരം റൗഡികൾ എന്നെ കാണാൻ സ്റ്റേഷനിൽ വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നാൽ നിന്നെ കാണുകയും ചെയ്യാം, ഇത് ബിജുമോന് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതി. എവിടെ കൊച്ചു റൗഡി? അവൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുക. ആണോ? നിങ്ങൾ വരുമ്പോൾ കൊടുത്തേക്ക്. അതെ, ഈയിടെയായി ജയനെ കുറിച്ച് സ്റ്റേഷനിൽ ഒരു വിവരവും ഇല്ലല്ലോ. അടിപിടിക്കൊന്നും പോവാറില്ലേ? ഞാൻ വഴക്കിനൊന്നും പോവാറില്ല. വെരി ഗുഡ്. കാത്തിരിക്കാം. വേണ്ട. ജയൻ ഈയിടെ ഒരു വലിയ അടിപിടിക്ക് ഒരുക്കം കൂട്ടുന്നതായി ഞാൻ കേട്ടല്ലോ. ഞാനിപ്പം അതിന്റെ തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പോൾ അയാൾ നേരിടുന്നത് ബുദ്ധിയാണോ? ഇതിൽ നിന്ന് പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പൊ നിനക്കതിനുള്ള ശക്തിയുണ്ടോ? എന്റെ മനസ്സിനുണ്ട്. അതിന്റെ പേര് ധൈര്യം. ഞാൻ സൂചിപ്പിച്ചത് ശാരീരിക ശക്തിയെക്കുറിച്ചാണ്. സാർ ഒരിക്കൽ എന്നെ ഉപദേശിച്ച ഓർമ്മയുണ്ടോ? മകന് വേണ്ടി ജീവിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. എല്ലാം എന്റെ പൊന്നു മകന് വേണ്ടിയാണ്. ജയിച്ചാൽ? തോറ്റാൽ 5 ലക്ഷവും പോയി, തുടർന്ന് ജീവിക്കാനുള്ള ശരീരവും പോയി. സാർ, ഇത്രയും നാളും മരിച്ച ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇനി എന്റെ മകൻ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ എനിക്ക് മരിക്കേണ്ടി വന്നാൽ... Stupid. Best wishes. Thank you. Hello, mommy. How do you do? Fine. Okay. Okay. Oh. Hello. Hello. Oh. I'm sorry. Stella. Stella. Stella, good day. Yeah. Oh, my pity. Oh my dear sweetie Stella! ആളുകൾ സ്റ്റെല്ല, മദ്രാസില് എന്റെ അളിയന്റെ ചെറ്റി കമ്പനിയിൽ നിന്ന് എനിക്ക് അല്പം സ്വല്പം കാശൊക്കെ കൂടെ കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യെന്ന് തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. My son, നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാറി തോന്നുന്നു. You look real Britain. Pity. 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 This is India. ശരിയാ ശരിയാ. Yes, yes. ഇവിടെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവുന്നു. You look real Britain. You are a great. നേരാ. പിന്നെ കള്ളാണോടി? I don't say lie. കേട്ടോ മോനെ, നീ പോയി പിന്നെ ഞാൻ മുട്ടേ നിന്ന് ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്, എന്റെ പീറ്റി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേ എന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഞാനങ്ങനെ ആശയമായിരുന്നു. മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ? അയ്യോ, you are clever boy. സ്റ്റെല്ല, എനിക്ക് ജയനെ ഉടനെ കാണും. ഞാൻ പോയിട്ടുണ്ട്. പീറ്റി മോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതിയെന്നേ. മമ്മി, ഞാൻ പോയിട്ട്. Come on, my dear son. Come on. വാന്നേ. അന്തോണി, പീറ്റർ, നീ ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോട് ഞാൻ ഇവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ? ജയനും ബിജുമോനോട്? മോൻ കടയ്ക്ക് പോയി. ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി. ജയ, പീറ്ററോ, നീ എപ്പോ വന്നടാ? ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞോ?
ജയ, ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? പീറ്ററാണോ ഈ പറയുന്നത്? അതെ, ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നുണ്ടടാ. വേണ്ട. കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 5 ലക്ഷത്തിന് ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ മാത്രമല്ലേ? ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ്. പീറ്റർ, ഞാൻ ശക്തനാണ് പീറ്റർ.